നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ സബാസിൻ്റെ കേസ് വന്നപ്പോൾ അമ്മയെക്കുറിച്ച് ഏതാണ്ടൊരു ഊഹം തീർച്ചയായിട്ടും നമുക്കങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ നഷ്ടപ്പെടുമ്പോൾ ഉമ്മയോടൊപ്പം പണവും സ്വർണവും ഉമ്മയും കൂടെ നഷ്ടപ്പെട്ടു. അതും നിങ്ങൾക്ക് സമ്പത്ത് വളരെ അത്യാവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ വളർച്ചയുടെ ഘട്ടത്തിൽ. തീർച്ചയായിട്ടും. അപ്പോൾ അവിടുന്ന് പിന്നെ ഉമ്മയുടെ മരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഉമ്മയുടെ തിരോധാനത്തിന് ശേഷം ഉള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം അമ്മ നഷ്ടപ്പെട്ടാലുള്ളത് നമുക്ക് ഏക ഒരു ഇത് അമ്മ തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇതിൽ ഞങ്ങൾ അച്ഛൻ നേരത്തെ നഷ്ടപ്പെട്ടു. ഇല്ലില്ല, അച്ഛൻ അത് കഴിഞ്ഞിട്ടാണ് മരിച്ചത്. കാരണം ഈ അമ്മ നഷ്ടപ്പെട്ടു എന്നുള്ളവർ നമ്മൾ അറിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തെങ്കിലും അമ്മ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മളുടെ പ്രതീക്ഷ. അതിനു വേണ്ടി ഞാനും എൻ്റെ ഫാമിലിയും ഉമ്മ പോകാവുന്ന സ്ഥലത്ത്, അതായത് ഏർവാടി, അങ്ങനെ കുറേ ഈ നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ, തമിഴ്നാട് കുറേ പള്ളികളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയി അന്വേഷിച്ചു. ദിവസങ്ങളോളം അതിന് ചിലവഴിച്ചു. നമ്മൾ സ്റ്റേഷനിൽ കേസ് കൊടുത്തതിന് ശേഷവും നമുക്ക് ഒരുപാട് പോലീസുകാർ വിളിക്കും, അവിടെ ഒരു ഇതുണ്ട്, എൻക്വയറി ഉണ്ട്, നമുക്ക് പോകണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകും, ഒരു വണ്ടിയെടുത്ത് പോയി അവിടെ പോയി അവരെ 2 പോലീസുകാരെയും കൂട്ടി അതെല്ലാം നമ്മൾ കഴിഞ്ഞ് വീണ്ടും തിരിച്ചിവിടെ വരുന്നു. എവിടെയെങ്കിലും ഒരു ബോഡി കിടക്കുമ്പോൾ വിളിക്കാറുണ്ടായിരുന്നു. വലിയ ദുഃഖമാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾക്കത് ഓരോന്ന് കാണുമ്പോൾ നമ്മളുടെ ആ മാനസികമായിട്ടുള്ള വിഷമം വളരെ വളരെ ബുദ്ധിമുട്ടുള്ള. കാരണം ഇതിന് തൊട്ട് മുമ്പ് വരെ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പം എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു നമ്മൾ. പക്ഷേ ഈ ഒരു വാർത്ത കേട്ടതിന് ശേഷം നമുക്ക് ബലമായ ഒരു സംശയം അവിടെ നമുക്ക് ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. കാരണം ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം അങ്ങനെ തീർച്ചപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഈ ഒരു അവിടെ റോസമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയും ആയിട്ടാണ് കണക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്ത്രീയുമായിട്ടുള്ള കണക്ഷനിൽ എങ്ങനെയായാലും അതിൽ ഉമ്മ, കാരണം അവരുടെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു, എന്തായാലും അതിൽ പെട്ടിട്ടുണ്ടാവും. കാരണം അവർക്ക് സാമ്പത്തികമാണ് പ്രശ്നമെങ്കിൽ തീർച്ചയായിട്ടും അത് സാമ്പത്തികം, അടുത്തൊരു വസ്തു വാങ്ങിക്കാനായിട്ട് തയ്യാറെടുത്ത് പണമെല്ലാം സ്വരൂപിച്ച് വെക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് എഴുതേണ്ടത്. അതിന് തലേദിവസം പോകുകയെന്ന് പറഞ്ഞാൽ പണം അതുപോലെ അടിച്ചു മാറ്റാം. പക്ഷേ എൻ്റെ അടുത്ത് പോകുന്നതിന് ഒരാഴ്ച മുമ്പാണ് തോന്നുന്നു, ഏകദേശം ഒരാഴ്ച മുമ്പ് ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്കൊരു 1 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുക്കുകയും ചെയ്തു, ക്യാഷായിട്ട് ഞാൻ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതും പോയി. തിരോധാനപ്പെടുമ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്ക് ഇപ്പം 44 വയസ്സായോ. ഇപ്പോൾ ഒരു 13 വർഷത്തെ ഡിഫറൻസ് അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അന്നൊരു ജോലി ആയിട്ടുണ്ടല്ലേ? എന്ത് ജോലിയാണ് ചെയ്തോണ്ടിരുന്നത്? ഞാനാ അന്ന് ഞാൻ ഡ്രൈവറായിരുന്നു, വണ്ടി ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അന്നത്തെ കാലത്ത് 1 ലക്ഷം രൂപ ഭയങ്കര വിലയാണ്. എങ്കിലും നമ്മളത് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ, കാരണം അമ്മ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കുമെന്ന് കാര്യം. പക്ഷേ അമ്മക്ക് അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെ പൈസയുടെ ഒരു ആവശ്യം വരേണ്ട കാര്യമില്ല. കാരണം അമ്മ റിട്ടയർഡ് ആയതിനു ശേഷം ഉള്ള പൈസയും പിന്നെ വേറെ അങ്ങനെയുള്ള ചിലവുകളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. കാരണം മക്കളായ ഞങ്ങൾക്കൊന്നും അധികം ചിലവുകൾ ഉണ്ടായിരുന്നില്ല. അനിയൻ എന്തെങ്കിലും സഹായിച്ചെങ്കിലേ ഉള്ളൂ. ഞാനെങ്കിൽ ഇന്നുവരെ 1 രൂപ പോലും അമ്മയുടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ഞാനത് ചെയ്തു. പക്ഷേ ഇങ്ങനെ അന്ന് ഒരു കിടക്കടവില്ലാഴിക വല്ലാതെ അലട്ടിയിരുന്നു അല്ലേ? എനിക്കോ? അദ്ദേഹത്തിന് അമ്മയ്ക്ക്? ഇല്ല, എൻ്റെ കൂടെ ആയിരുന്നു 1 വർഷം താമസം. വീടിന്റെ മുകളിൽ ആയിരുന്നു അമ്മ? അത് അമ്മാവൻ്റെ വീട്ടിലായിരുന്നു. ഇവിടെ ആയിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ പിന്നെ ഉമ്മ കുറേ കാലങ്ങളായിട്ട് ഒറ്റക്കാണ് താമസിച്ചിരുന്നത്. ഈ ജോലി സംബന്ധമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആകുന്ന സമയത്തൊക്കെ ഒറ്റക്കായിരുന്നു താമസിച്ചത്. അപ്പോൾ ആ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അതിനൊരു ഫ്രീഡം ഉണ്ടാവും. കടത്തിയില്ല, കാരണം അവർക്ക് അവരുടേതായ വഴികൾ വിട്ടുകൊടുക്കാന്നുള്ളതായിരുന്നു. പിന്നെ ആരോഗ്യവതിയായിരുന്നു, അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, പെൻഷനുണ്ട്. നമ്മുടെ ആരുടെയും സഹായമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. ഇപ്പോൾ ഈ നമ്മുടെ റോസമ്മയുമായിട്ട് 3 മാസത്തെ പരിചയമുള്ളൂ? 3 മാസമല്ല, അതിൽ കൂടുതൽ കാണണം. അവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത് അവർ പിന്നെ പറയുന്നില്ല. 2012 നമ്മൾ കേസ് കൊടുക്കുന്ന സമയത്ത് ഈ സ്ത്രീയും നമ്മുടെ ഒപ്പം സ്റ്റേഷനിലുണ്ടായിരുന്നു. അവരുടെ സുഹൃത്തുന്ന നിലയിൽ അവരെ വിളിപ്പിച്ച് ചോദ്യങ്ങളൊക്കെ ചെയ്യും എല്ലാം ചെയ്തതാണ്. പക്ഷേ എന്നിട്ട് അവർ പറയണത് 16 ഉമ്മനെ കണ്ടു, ഉമ്മ വീട്ടിൽ വന്നു, അവരുടെ എന്തോ വസ്തുവോ പറമ്പോ എന്തൊക്കെയോ JCB വെച്ച് ഉമ്മയുടെ അനുവാദം ഇല്ലാതെയൊക്കെ ചെയ്തു എന്നൊക്കെ അവർ പറയണം. പക്ഷെ അത് എന്നാണ് അവർ പറയണത്. എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒന്നെങ്കിൽ അവർ നമ്മുടെ ഏതെങ്കിലും ഞങ്ങളുടെ 2 മക്കളുടെ ഇത് അവരുടെ കയ്യിലുണ്ട്, ഫോൺ നമ്പറോ അല്ലെങ്കിൽ തൊട്ടടുത്ത് നമ്മുടെ അമ്മാവൻ താമസിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാം. നമ്മളിതുപോലെ എങ്ങനെയായാലും
അത് സ്വാഭാവികമാണല്ലോ. നമുക്ക് ഒരു കേസ് കൊടുത്തിരിക്കുന്ന ഒരാൾ, ഒരു മിസ്സിങ് കേസിൽ ആയിരിക്കുന്ന ആൾ തിരിച്ചു വരാമെന്ന് പറയുമ്പോൾ എത്രയും വേഗം അത് അതിനനുസരിച്ചുള്ള അതിന് വേണ്ട ആൾക്കാരെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യലാണല്ലോ അവരുടെ ഇതൊന്നും അവർ ചെയ്തിട്ടില്ല. അത് അസത്യമാണ്. അസത്യമാണ്. അവർ അന്ന് മുരുണ്ട് കളിക്കലായിരുന്നു. പക്ഷേ ഇവർക്ക് ശരിക്കും വ്യക്തമായിട്ട് അറിയാം കാര്യങ്ങൾ എന്താണെങ്കിലും അവർക്കറിയാം. അവരുടെ ഇപ്പോഴത്തെ ആ ഒരു ഇതും അന്നത്തെ ഇതും എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം അവർ വളരെ നിഗൂഢതയിലാണ് അവരുടെ ആ വർത്താനവും ആ ഇതുമൊക്കെ. 2016 അവരുടെ വസ്തു വന്ന് JCB കയറ്റി തിരിച്ച് എല്ലാം ക്ലീൻ ചെയ്തെന്ന് പറയുന്നത്. പർദ്ദ ധരിക്കാറുണ്ടായിരുന്നോ? പർദ്ദ ഇടയ്ക്ക് ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുമ്പോൾ ധരിക്കും, അതല്ലാതെ ഫുൾ ടൈം സാരിയൊക്കെയാണ് ഉപയോഗിക്കാറ്. സാരി മാത്രമേ ഉപയോഗിക്കാറ്. പക്ഷെ അത് ഈ സാരിയുടെ ഇത് തന്നെ തലയിലിടും. ധരിക്കാറുണ്ടായിരുന്നു. തലയിൽ ഇങ്ങനെ ഒരു ഇതിടുമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു വേഷം കെട്ട് കാണിച്ചതായിരിക്കും ഒരു പക്ഷേ സെബാസ്റ്റ്യൻ. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പം എൻ്റെ സംശയം, ബലമായ സംശയം ഈ സെബാസ്റ്റ്യനെ തന്നെയാണ്. സെബാസ്റ്റ്യനും റോസമ്മയും കൂടിയുള്ള, അതായത് സെബാസ്റ്റ്യനും റോസമ്മക്കും നേരത്തെ തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളത് തൊട്ടടുത്തുള്ളൊരു ടീച്ചർ പറഞ്ഞതായിട്ട് നമുക്ക് അറിയാം. അപ്പോൾ അവിടെ വരവുണ്ട് പോക്കുണ്ടെന്നുള്ളതും ഒക്കെ അവിടെ താമസിക്കാറുണ്ടെന്നുള്ളതൊക്കെ റോസമ്മയുടെ തൊട്ടടുത്തുള്ളൊരു ടീച്ചർ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവർ തന്നെയാണ് ബലമായ സംശയം. റോസമ്മയെ കല്യാണം കഴിക്കാനായിട്ട് ആലോചിച്ചിരുന്നു. ഞങ്ങൾ ഈ വിഷയം ചോദിച്ചപ്പോൾ റോസമ്മയെ കല്യാണം കഴിക്കാനായിട്ട് ആലോചിച്ചിരുന്നു. അപ്പോൾ അത് പള്ളിയിൽ ആലോചിച്ചപ്പോൾ ഇവൻ ഫ്രോഡാണ് എന്ന് പള്ളിയിൽ നിന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു എന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഫ്രോഡായ ഒരു വ്യക്തിനെ നമ്മൾ സുഹൃത്ത് ബന്ധമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഒരാൾ എനിക്ക് അത് പറ്റാത്തൊരാളാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ അവോയ്ഡ് ചെയ്യും. ഫ്രോഡാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ അവോയ്ഡ് ചെയ്യും. കാരണം അയാൾ ചെയ്യുന്ന എല്ലാവിധ കുറ്റങ്ങൾക്കും നമ്മളും കൂടി ഉത്തരവാദിയാവും. അപ്പോൾ അതിൻ്റെ പേരിൽ അപ്പോൾ അവരെന്തുകൊണ്ട് അതൊന്നും ചെയ്തില്ല? അവർ ഈ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ പോയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇവർ ഇതൊക്കെ അന്ന് നമ്മൾ കേസ് കൊടുത്ത സമയത്ത് ഇങ്ങനെ ഒരു കാര്യം അവർ പറഞ്ഞിരുന്നെങ്കിൽ അവർ സത്യസന്ധമായിട്ട് നമുക്ക് വിശ്വസിക്കാമായിരുന്നു. നമ്മൾ അതിനകത്ത് വേറെ ആരോപണം വരുന്നത് ഈ 13 വർഷമായിട്ട് ഇവരെന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. 13 നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോവുകയും പരാതി കൊടുക്കുകയും എല്ലാം പോലീസുകാർ വിളിക്കുന്ന ബോഡികളെല്ലാം കാണാൻ പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് സത്യമാണ്. അവരോ? അല്ല, ഞാൻ പോയിട്ടുണ്ട്. 3-4 പ്രാവശ്യമായി ഞാൻ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഓർമ്മയിൽ പല പ്രാവശ്യം വിളിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ഡ്രൈവറായതിൻ്റെ പേരിൽ നിർത്തും ആണല്ലോ. അപ്പോൾ അവർ വിളിക്കുന്ന സമയത്ത് എനിക്ക് ഓടിയെത്താൻ പറ്റാത്ത സാഹചര്യമാവും. ചിലപ്പോൾ നമുക്ക് ഫോറിനേഴ്സൊക്കെ ആയിരിക്കും നമ്മളുടെ ഗസ്റ്റ്. അപ്പോൾ അവരെയൊക്കെ ഇട്ടിട്ട് പോരാനൊന്നും പറ്റില്ല അങ്ങനെ. അപ്പോൾ അതിൻ്റെ പേരിൽ പലതും ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മടുത്തു എന്ന് പറഞ്ഞാൽ പോവുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് നല്ലൊരു ചിലവുണ്ട്. നമ്മൾക്ക് ഓരോ ബോഡി പോയി കാണാൻ മാനസികമായിട്ടുള്ളൊരു വിഷമവും കൂടി നമുക്കുണ്ട്. ചില ബോഡികളൊക്കെ നമുക്ക് ഒറ്റ പ്രാവശ്യം നോക്കാമെന്നല്ല, ഒറ്റ പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരാഴ്ചത്തേക്ക് നമുക്ക് ഉറക്കം വരില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ മാനസിക പ്രശ്നങ്ങൾക്ക് നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ അടുത്ത് ശരിക്കും, അതായത് നമ്മൾ തീർച്ചയായിട്ടും, അതായത് നമ്മൾ മറ്റുള്ളവരുടെ ഒരു ബോഡി നമ്മൾ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ട് നമുക്ക് തിരിച്ചു പോരാം. പക്ഷേ അതല്ല, ഇത് നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നിന്ന് നോക്കി നമുക്ക് എന്താണ് മനസ്സിലാവും. അത് ആ ഒരു നമ്മൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ രൂപമായിരിക്കും നമ്മുടെ മുമ്പിൽ നിൽക്കുക. അതങ്ങനെയൊക്കെ ഒരുപാട് മാനസികമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഞാനിത് അവോയ്ഡ് ചെയ്തത്. വേണ്ടാന്ന് വെച്ചതിൻ്റെ കാരണം മെയിനായിട്ട് ഇതാണ്. പിന്നെ ഞാൻ പോലീസുകാരോട് കാര്യം പറഞ്ഞു, ഇങ്ങനെയുള്ളതിന് വിളിക്കരുത്, കാരണം എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അമ്മ നഷ്ടപ്പെട്ടു, പ്രതീക്ഷയുടെ പോവുക, അതൊക്കെ വളരെ ഒരാള് ജീവിച്ചിരിക്കുന്നു എന്ന് ആഗ്രഹിക്കാനാണ് നമ്മൾ. തീർച്ചയായിട്ടും കണ്ടില്ലെങ്കിലും എവിടെയാണെങ്കിലും അവർ സുഖമായിട്ട് ജീവിക്കുക. കാരണം നമ്മുടെ അടുത്ത് അധികം നാൾ, ഞാൻ 17 വർഷത്തോളം ഗൾഫിലായിരുന്നു. അപ്പോൾ നമുക്ക് ആ അകൽച്ച നമുക്കുള്ളതിൻ്റെ പേരിൽ എവിടെയാണെങ്കിലും നന്നായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇത്. അമ്മ മരണപ്പെട്ട് കാണുമെന്ന് വിചാരിക്കാനുള്ള മാനസികാവസ്ഥ ഇപ്പോഴും ഇല്ല. കാരണം അങ്ങനത്തെ ഒരു ഇതാണ് നമുക്ക്. കാരണം ഇന്നുവരെ നമുക്ക് ഒരു ബുദ്ധിമുട്ടോ, അമ്മേനെ കൊണ്ടൊരു ബുദ്ധിമുട്ടോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. നിങ്ങളെ നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല സ്നേഹബന്ധം, തീർച്ചയായിട്ടും നല്ല സ്നേഹത്തോടെയൊക്കെ തന്നെ ആയിരുന്നു. ജോലിക്ക് ഉള്ള സമയത്താണെങ്കിലും എപ്പോഴാണെങ്കിലും ഇവിടെ വരികയും പിടിക്കുകയും ഈ വീട് പണിയുന്ന സമയത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സഹായം കൂടിയാണ് എൻ്റെ അമ്മ. അതങ്ങനെ ഒരു ഇതും കൂടിയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഒരു അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് എന്താ വേണ്ടതെന്നുള്ള ആ സഹായം
ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും സഹായിക്കാൻ കൂടിയുള്ള ഒരു നല്ലൊരു മനസ്സുള്ളവർ ആണ് എൻ്റെ ഉമ്മ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് വരെ നമുക്കൊരു ഇതില്ല. ഇപ്പോൾ കുറേ ആയിട്ടും ഇപ്പോൾ രാത്രി 12 മണി 1 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഉറങ്ങുന്നത് തന്നെ. കാരണം മറവിലേക്ക് വെച്ചതാണ്. തീർച്ചയായിട്ടും വീണ്ടും നമ്മൾ ഇതായി വന്ന കാരണം ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും നമുക്ക് ഒരു തെളിവ്, ഈ സെബാസ്റ്റ്യനെ ഇപ്പം പിടിച്ചു, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ? തീർച്ചയായിട്ടും സെബാസ്റ്റ്യൻ തന്നെയാണെന്നുള്ളത് 100% എനിക്കിപ്പോൾ വിശ്വാസമുണ്ട്. കാരണം വേറൊരു വഴിക്ക് പോകാൻ ചാൻസ് ഇല്ല. എവിടെ പോയാലും ഒറ്റയ്ക്ക് തിരിച്ചു വരാമെന്നുള്ള തൻ്റെ ഇടമുള്ള ഒരു ഇതാണ്. ശരിയായിട്ട് ഇപ്പം ഒരാൾക്ക് ജീവിക്കാൻ പണം വേണം. സർക്കാരിന്റെ പണം എല്ലാ മാസവും പെൻഷനായിട്ട് വരുന്നുണ്ട്. ഈ തിരോധാനത്തിന് ശേഷം ഒരു ദിവസം പോലും ആ പണം എടുത്തിട്ടുമില്ല. അപ്പൊ പിന്നെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ സെബാസ്റ്റ്യൻ ഇല്ല. പിന്നെ അതല്ല, പിന്നെ ഇങ്ങനെ അവിടെ ഞാൻ ഈ സമയത്ത് ഒരു 17,000 രൂപ അലമാരിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അന്ന് പോലീസ് എൻക്വയറിക്ക് വന്നപ്പോൾ എല്ലാം നോക്കിയെടുത്തപ്പോൾ അവർ തന്നെ നമ്മളോട് പറഞ്ഞ് തുറന്നെടുത്ത് വെച്ച് 17,000 രൂപ. പക്ഷേ പൈസ ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. കാരണം ചെറിയ ചെറിയ അസുഖങ്ങളും ഇതൊക്കെ ഉള്ളതുമാണ്, ഷുഗറും ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ എങ്ങനെയായാലും ഫിനാൻഷ്യലി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ 2 മക്കളായിരുന്നു? 2 അല്ല 3 പേരുണ്ട്. ഒരു പെണ്ണുണ്ടായിരുന്നു. അപ്പം അത് ഒരു ഇതായത് കാരണം നമ്മളത് അതിനോട് കൂടുതൽ ടച്ച് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഞങ്ങളായിരുന്നു, അനിയനും ഞാനുമായിരുന്നു എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ. വല്ലാതെ വിഷമിപ്പിച്ചിരുന്നോ മോളുടെ? ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും അതുണ്ടായിരുന്നു. പക്ഷെ അത് ഒരുപാട് കാലങ്ങളായി, അത് അങ്ങനെ മറന്നു വരുന്നു. അവർ വേറെ രീതിയിൽ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നമ്മളും പോകുന്നു, അത്രേ ഉള്ളൂ. പിന്നെ തീർച്ചയായിട്ടും എൻ്റെ ചെറിയ മക്കളൊക്കെ ഉള്ള സമയത്തൊക്കെ ഇവിടെ വരെയും പോവുകയും, ജോലിയിലാണെങ്കിൽ പോലും നല്ല ലോങ് ടൈം ലീവൊക്കെ ഉള്ള സമയത്താണെങ്കിലും ഒരാഴ്ച അല്ലെങ്കിൽ 3 ദിവസം 2 ദിവസമൊക്കെ ഇവിടെ വന്ന് നിന്നിട്ടൊക്കെ പോവാറ്. എന്തായിരുന്നു ജോലി? പഞ്ചായത്തിലായിരുന്നു, മറ്റേ ബിൽ കളക്ടർ അങ്ങനെ എന്തോ ഒരു ഇതായിരുന്നു. അങ്ങനെ അച്ഛൻ എന്തായിരുന്നു? അച്ഛൻ നേരത്തെ കൊച്ചിൻ ഇവിടെ ഐലൻഡിലായിരുന്നു ജോലി. പിന്നെ ഇവർ തമ്മിൽ എന്തോ മാനസികമായിട്ട് അകന്നത് കാരണം അത് നമ്മൾക്ക് മുന്നോട്ട് പോയില്ല എന്നുള്ളൂ. അത് അധികം ഉണ്ടായില്ല, കുറച്ച് കാലമായുള്ളൂ. പരിചയപ്പെടുത്തിയ റോസമ്മ തന്നെയാണ് ഉറപ്പാണ് ആയിരിക്കണം. പക്ഷേ അതിനെക്കുറിച്ച് എനിക്കൊന്നും ഒരു ഉറപ്പില്ല. കാരണം റോസമ്മക്ക് നേരത്തെ മുൻപരിചയമുള്ള ഒരാളാണ്, വ്യക്തിയാണ്. ഉമ്മ കൂടിയൊന്നും അവിടെ അധികം കാലമായിട്ടില്ല പോയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇവരും ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്നതായത് കാരണം ഉമ്മയായിട്ടൊരു സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചതായിരിക്കും. ശരിയായിട്ട് അവിടെ ആ ഒരു കിട്ടാവട്ടത്തിൽ ഒരു ടീച്ചറിനെ അയാൾ കസ്റ്റഡിയിൽ വെക്കുന്നു, റോസമ്മയെ കൈവശം വെക്കുന്നു, ഐഷ എന്ന് പറയുന്ന ആളിനെ ഇയാൾ ശരിയായിട്ടും പക്ക ഫ്രോഡാണ് അയാൾ. കാരണം ഈ സമയം വരെ അയാൾ പോലീസുകാരുമായിട്ട് യാതൊരുവിധ ഇതുമില്ല, സഹകരിക്കുന്നില്ല പോലീസുമായിട്ട്. രോഗിയായതുകൊണ്ടാണ് അയാൾ. കാരണം നല്ലൊരു ആരോഗ്യമുള്ളവരാണെങ്കിൽ പോലീസുകാർക്കാണെങ്കിൽ ആർക്കാണെങ്കിലും ഇപ്പം നമ്മളെ ഈ കിട്ടിയാണെങ്കിൽ നമ്മൾ വെറുതെ വിടുമെന്ന് ഉള്ള ഒരു ഇതല്ല അത്. കാരണം സ്വന്തം അമ്മയാണ് ഈ രീതി, അതായത് ഒരു നമ്മുടെ ഒരു ശരീരം നുറുക്കി ഒരു മീനിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അയാളുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെയാണ് അയാൾ ഇപ്പോഴും അയാളുടെ നമ്മളിപ്പോൾ ഈ ഇത്രയും മീഡിയയും ഇത്രയും പോലീസുകാർ ഇത്രയും കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തും അയാളുടെ മനസ്സിലോ അല്ലെങ്കിൽ മുഖത്തോ യാതൊരു വക ഭാവവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അയാൾ എത്ര വലിയ ക്രൂരനായിരിക്കും. അയാൾ നേരിൽ കാണാതിരിക്കട്ടെ അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അയാളെ കാരണം നമ്മളുടെ മനസ്സിൽ അയാൾ രോഗിയോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. എൻ്റെ മനസ്സിൽ കാണുന്നത് ഈ വെട്ടി നുറുക്കി എന്നുള്ള ഒരു വാക്ക് ആണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിനെ നമ്മൾ നല്ല രീതിയിൽ അയാളുമായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല. പോലീസിൻ്റെ ഇപ്പോഴത്തെ അന്വേഷണം, പോലീസ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നല്ല രീതിയിലായിരുന്നു നമ്മളോടൊക്കെ പെരുമാറിയത്. 2ാമത് റീ എൻക്വയറിക്ക് സാങ്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. സ്റ്റേറ്റ്മെൻറ്റൊക്കെ കൊടുത്തു. പിന്നെ അവർക്ക് ചെന്ന സ്ഥലത്ത് എല്ലാവരും നമ്മളോട് വളരെ നല്ല രീതിയിലും വളരെ സഹതാപത്തോടു കൂടിയൊക്കെയാണ് അവർ നമ്മളോട് പെരുമാറിയത്. അപ്പോൾ അതെന്താ കാരണം നല്ല ഒരു പോലീസ് സ്റ്റേഷനിൽ ആണെന്നുള്ളൊരു ഇതുപോലും എനിക്കുണ്ടായിരുന്നില്ല സത്യത്തിൽ. കാരണം അവർ നല്ല രീതിയിൽ തന്നെ അവർ പെരുമാറിയത്. കാരണം വളരെയധികം സഹതാപത്തോടു കൂടിയാണ് നമ്മളോട് അവർ നോക്കുന്നത് പോലും എനിക്കത് ഫീൽ ചെയ്തത്. ഇപ്പം ഞാനും ഗൾഫിലുണ്ടായിരുന്ന ആളാണ്, നമുക്കറിയാം. ഗൾഫിലല്ലേ? അതെ. ഗൾഫിൽ നിന്ന് വരുന്ന ഒരു ലീവ് എടുത്ത് ഒരു ദിവസം വരിക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഈ സമയത്ത് അറിഞ്ഞിട്ട് ഓടിയെത്തിയതാണ്. അല്ല, ആ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു, സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയില്ല എന്നുള്ളതാണ് സത്യം. തിരിച്ചു പോയില്ല ഞാൻ. അത് അവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഏത് വർഷം?
ഞാനും ഏകദേശം ഒരു 2012 ഫസ്റ്റോടുകൂടിയൊക്കെയാണ് തോന്നുന്നു ഞാൻ തിരിച്ചെത്തിയത്. പോയില്ല. ഈ അതിനുശേഷം എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ അന്ന് ഉണ്ടാക്കിയ പൈസ കൊണ്ട് വീടൊക്കെ വെച്ചു, ഒന്ന് സ്വസ്ഥമായി. കുറച്ചുകൂടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറെ ഉണ്ടാക്കാമായിരുന്നു. സാമ്പത്തികമായിട്ട് കുറച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. കാരണം ഇനിയിപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല, ഇനി പോകാൻ പറ്റില്ലാതായി. അപ്പൊ നമുക്ക് അത് ഇതെല്ലാം നഷ്ടങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന കണക്കുകൾ തന്നെയാണ് അത്. ആൾക്കാർക്ക് പറയാം ഈ 13 വർഷം ഇവർ എന്ത് ഇരിക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അനുഭവിച്ച മാനസിക വിഷമം നമുക്ക് മറ്റുള്ള ആലോചിച്ചാൽ മാത്രമേ എനിക്ക് തീർച്ചയായിട്ടും നമ്മളുടെ വിഷമം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ നമ്മളുടെ മാനസിക വിഷമം എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ. മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അത് മനസ്സിലാക്കണമെന്നും എനിക്ക് ഇതില്ല. ഈ മാംസം വെട്ടിമുറുക്കി മീനിന് ഇട്ട് കൊടുത്തു എന്നുള്ളത് പറഞ്ഞില്ലേ? തീർച്ചയായിട്ടും ഇത് ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അവർ പറയുമ്പോൾ അവരുടെ ആ മറ്റൊരു സ്ത്രീയുടെ ആ കുളത്തിൽ നിന്നല്ലേ അവരുടെ അസ്ഥിയും അതും ഇതൊക്കെ കിട്ടിയെന്നൊക്കെ പറയണത്. അപ്പോൾ തീർച്ചയായിട്ടും ഇയാളിങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാത്റൂമിൽ ബ്ലഡിൻ്റെ കറകളും അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ താമസിക്കുന്ന നമ്മളുടെ ഈ വീടിൻ്റെ അകത്ത് ഒരാളെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് നമ്മളുടെ ഇതിൻ്റെ അകത്ത് കുഴിച്ചിടാനുള്ള ഒരു മാനസികാവസ്ഥ ഇതിനകത്ത് നിങ്ങൾ കിടന്നുറങ്ങുന്നതല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും നിങ്ങൾ സത്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, പുറത്ത് വെച്ച് നമ്മളുടെ ഒരു ബോഡി ഈ കണ്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കിടന്നുറങ്ങാൻ നേരത്ത് നമ്മുടെ കണ്ണു മുമ്പിൽ അത് നിൽക്കുമ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ അകത്ത് ഇത് ഇയാളത് കുഴിച്ചിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ അയാൾ എത്രത്തോളം ക്രൂരനായ ഒരു മനുഷ്യനാണെന്ന്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു അസ്ഥി കൂട്ടാൻ കിട്ടി 13 കിട്ടിയെന്ന് മെമ്പർ പറഞ്ഞായിരുന്നു. അതിപ്പം ജയിനമ്മയുടെയാണെന്ന് പറഞ്ഞൊരു സംസാരം വന്നിട്ടുണ്ട്. അല്ല, അതിന് DNA ഉണ്ടാവുമല്ലോ, നമ്മുടെ DNA എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മീനിന് വെട്ടി ഞുറുക്കിയെന്ന് പറയുമ്പോൾ പലരോടും കൂടെ ചോദിച്ചിരുന്നു. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ആഫ്രിക്കൻ മുഷി അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ മനുഷ്യൻ മാംസം കഴിക്കുന്ന മനുഷ്യ മാംസമല്ല, എന്ത് മാംസം കൊടുത്താലും കോഴി വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്താലും നിമിഷ നേരം കൊണ്ട് കഴിക്കാൻ പറ്റുന്ന മീനുകളുണ്ട്. കാണാൻ പറ്റുമോ? കണ്ടാൽ ഇപ്പം എൻ്റെ അമ്മയെന്നല്ല ആരുടെ ആയാലും ഒരു പ്രശ്നത്തിൽ കയറി ഇടപെടുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മറ്റൊരാളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഒരു ട്രാഫിക് തടസ്സത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താലും നമ്മൾ അത് കയറി അത് എന്താ വേണ്ട, അത് ഏത് രീതിയിലാണ്, അത് നല്ലതാണോ ചീത്തയാണോ നോക്കിയിട്ട് അത് രണ്ടും രണ്ട് രീതിയിൽ തിരിച്ചു പോകുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ അതനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഉമ്മ എന്നല്ല ആരുടെ ആയാലും ഞാനത് കണ്ടു നിൽക്കില്ല. അല്ല, പിന്നെ ഈ ബിന്ദു പത്മനാഭൻ്റെ വിഷയം വന്ന പിന്നെയല്ലേ ഇത്രയൊരു വിഷയം സീരിയസ് ആയിട്ട് വരും? തീർച്ചയായിട്ടും. പക്ഷെ അതിന് മുമ്പ് ഈ ഒരു വിഷയം ഇത്ര സീരിയസ് ആയിട്ട് വന്നില്ല എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഇങ്ങനെ അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. നമ്മളെ ഇടയ്ക്ക് ഈ ഒരു 8-9 മാസത്തിന് മുമ്പ് ഞങ്ങൾ സ്റ്റേഷനിൽ പോയിരുന്നു. അവിടെ നമ്മുടെ ബാങ്കിൻ്റെ എന്തോ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ വിളിച്ചപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടി സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ച് ഞാൻ അവർക്ക് അനിയൻ്റെയും കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്റ്റേഷനിൽ പോയപ്പോൾ അത് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കണമെന്നും പറഞ്ഞു വരും. അപ്പോൾ നമുക്കിപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരോട് നമുക്കിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കയറി ഏതാണെന്ന് ചോദിക്കാൻ പറ്റുമോ? അല്ല, ഇപ്പോൾ സ്ത്രീകളുടെ തിരോധാനം ഇപ്പം 2, 3, 4 പേരുടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ വന്നിട്ട് 2012 അതെ, തീർച്ചയായിട്ടും. അപ്പം ഇത്രയും കാലത്തിനിടയ്ക്ക് നമുക്കൊരു അന്വേഷണം ഇത്രയും ഉചിതമായിട്ട് വരുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റില്ല. കാരണം സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. കാരണം അപ്പോഴും നമ്മളുടെ പ്രതീക്ഷ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. മരിച്ചു എന്നുള്ളത് വാർത്ത ഇത് നമ്മൾ രണ്ടും കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമുക്ക് മരിച്ചു എന്നുള്ളൊരു വിശ്വാസം വരുന്നത്. അതായത് ഈ സെബാസ്റ്റ്യൻ ഈ റോസമ്മയായിട്ട് കണക്ഷൻ ഉണ്ട്. റോസമ്മ എന്തായാലും എൻ്റെ അമ്മ അവരുടെ ഒരു സുഹൃത്തായപ്പോൾ എൻ്റെ അമ്മക്കും ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമില്ലാണ്ടിരിക്കില്ല. കാരണം ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ആകുമ്പോൾ വേറൊരാളെ ബന്ധം കഴിഞ്ഞാൽ ഇതെൻ്റെ സുഹൃത്താണെന്ന് ഞാൻ പരിചയപ്പെടുത്തുമല്ലോ. ആ മുഖേനെങ്കിലും ഇയാളുമായിട്ട് ബന്ധമുണ്ടാകും. ഇയാൾ അടുത്ത് ആര് വരുന്നു അവരുടെ പ്രോപ്പർട്ടി കൊടുക്കുന്നു, നിങ്ങൾക്ക് വേറെ പ്രോപ്പർട്ടി വാങ്ങിച്ച് തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അമ്മ അതിൽ പെട്ടിട്ടുണ്ടാവണം. നല്ല പ്രോപ്പർട്ടി റോഡ് സൈഡിൽ വാങ്ങിച്ചു തരാം, എൻ്റെ കയ്യിലുണ്ട് ഇഷ്ടംപോലെ കക്ഷി. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് അവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് സംഭവം നടന്നേക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അല്ല, ഞാൻ ഈ വർഷങ്ങളായിട്ട് 2012 കാണാതെ പോയ സംഭവമാണ്.
ഈ ദുരൂഹത മരിച്ചത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കാരണം നമുക്കത് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതിനെതിരെ ഈ തിരോധാനത്തിനെതിരെ ഇതേവരെ ഒരു ആക്ഷൻ കൗൺസിലോ ഒരു പ്രതിഷേധ യോഗമോ ഒരു മീറ്റിംഗോ ഒന്നും നടക്കുക എന്ന് പറയുന്ന കാലം വർഷം ഇപ്പത്രേ 2012 2022 13 വർഷം കഴിഞ്ഞു. പക്ഷെ വേറൊരു കാര്യം, അന്ന് ഇയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഈ സാമ്പത്തികമായിട്ട് ഇപ്പം നമ്മളിപ്പോൾ ആർക്കാണെങ്കിലും ഇപ്പം പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് അടിത്തട്ടിൽ വെക്കാവുന്ന കേസുകളൊക്കെ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം എന്ത് വെച്ചാൽ എടുത്തു നോക്കിയാലും. അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ചെറിയൊരു പ്രശ്നമായിട്ടായിരിക്കും കണ്ടേക്കണത്. ഇയാളും പല രീതിയിലും സാമ്പത്തികമായിട്ട് കുറച്ച് ഭദ്രത ഇപ്പോൾ ഉള്ള ആളാണ്. ഈ ബിന്ദുവിനെ മരിക്കുന്നത് വരെ പണക്കാരനായിരുന്നില്ല. അതിനുശേഷം അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാശുകളൊക്കെ വരുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഇന്നിപ്പോൾ പണം ഉണ്ടെങ്കിൽ നമുക്ക് നിലനിൽക്കാം, എന്ത് കേസും പൂഴ്ത്തിവെക്കാം, അല്ലെങ്കിൽ ഇതും നമുക്ക് ചെയ്യാം എന്നുള്ളൊരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ കാശിന് സാമ്പത്തിക ശേഷിയുള്ളപ്പോൾ മറ്റുള്ള എല്ലാത്തിനും ഇയാൾക്ക് മൂടിക്കെട്ടാൻ പറ്റിയായിരിക്കും. പക്ഷേ എന്നിരുന്നാലും എത്ര മൂടിക്കെട്ടിയാലും സത്യം എന്നായാലും ഒരിക്കൽ പുറത്തു വരും, അത് മറ്റൊരു സത്യം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണല്ലേ. വരണം, അതാണ് നമ്മുടെ പ്രതീക്ഷ. അതാണ് ഞാൻ രണ്ടാമതും പോയിട്ട്, ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഇപ്പം ഇത്രയും മാനസികാവസ്ഥയിൽ ഞാൻ രണ്ടാമതും പോയതിൻ്റെ കാരണം അതാണ്. ഞാനൊന്ന് പറയാം. ചിലപ്പം നമ്മൾ ഈ ആൾക്കാർ നമ്മൾ നാട്ടിലിറങ്ങി അന്വേഷിക്കുമ്പോൾ അല്ലെ ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഈ ഒരു 12 വർഷം എന്തായിരുന്നു ചെയ്തിട്ടിരുന്നതെന്നാണ്. 12 വർഷം മുൻപ് നല്ല ജോലി ഗൾഫിലുണ്ടായിരുന്ന ആൾ അത് ഉപേക്ഷിച്ച് ഇവിടെ വന്ന് അന്ന് തൊട്ട് അമ്മയെ എപ്പോഴേലും കാണാം, ഉമ്മയെ എപ്പോഴേലും എവിടെയെങ്കിലും കണ്ടുമുട്ടാൻ കഴിയും എന്ന് പ്രാർത്ഥനയോടെ അദ്ദേഹം ഓടി നടക്കുകയായിരുന്നു. വർഷത്തെ സമയം കൊണ്ട് അദ്ദേഹത്തിന് ഗൾഫിൽ ഒരു ദിവസം കിട്ടുന്ന, ഒരു വർഷം കിട്ടുന്ന ശമ്പളമല്ല നെക്സ്റ്റ് ഇയർ കിട്ടുന്ന, അടുത്ത വർഷം, അങ്ങനെ എല്ലാ വർഷവും ശമ്പളത്തിന് കൂടുതലൊക്കെ കിട്ടേണ്ട ഒരാളാണ്. നല്ല രീതിയിൽ ഇന്ന് ഗൾഫിൽ നിന്ന് കോടികൾ സമ്പാദിച്ചു വരാവുന്ന ഒരാളാണ് അദ്ദേഹം. അന്ന് ആ ജോലി കളഞ്ഞ് ഇവിടെ വന്ന് ഇതിൻ്റെ പിന്നാലെ നടക്കുകയാണ്. ഓരോ ബോഡി കാണുമ്പോഴും അതെൻ്റെ അമ്മ ആയിരിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചാണ് പോകുന്നതെങ്കിലും എന്താണ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നെങ്കിലും തിരിച്ചറിയാനുള്ള ആഗ്രഹത്തോടെ ഓടിയതാണ്. ഇപ്പോൾ ഒരു പ്രതീക്ഷയുടെ വക്കിലാണ് ഈ ഒരു കേസിൻ്റെ ഒരു തുമ്പുണ്ടാകും എന്ന്. അല്ലെ ഇതുപോലെ ഒരു സ്വന്തം അമ്മയുടെ ശരീരം വെട്ടി നുറുക്കി മീനിട്ട് കൊടുത്തു എന്നൊരു മകൻ്റെ അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് എത്ര ഉണ്ട്. അപ്പോൾ അത് പറയേണ്ടി വരുന്ന ഒരു മകൻ്റെ ബുദ്ധിമുട്ട് എത്ര ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ കല്ലെറിയുമ്പോൾ അതിനകത്തൊരു ദാക്ഷിണ്യം വേണം. ഇപ്പം ഞങ്ങളിപ്പം ഇത് പറയാനും കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഈ 12 വർഷം എവിടെ ആയിരുന്നു, ഇവരെന്തുകൊണ്ട് ഓസമ്മയുടെ പുരയിടം അവിടെ മറിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന അമ്മാവൻ എന്തുകൊണ്ട് അവിടെ പോയായിരുന്നല്ലോ. അവർ പോയായിരുന്നല്ലോ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നു അവിടെ. അത് റോസമ്മയുടെ സാന്നിധ്യത്തിലാണ് അവിടെ ആ പറമ്പ് അങ്ങനെ ചെയ്തത്. അത് നാട്ടുകാർ വെറുതെ പറഞ്ഞാണ് അവരിപ്പോഴും. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പോഴും ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ ഇവരിപ്പോഴും ഈ പ്രായത്തിലും അവർ ലിഫ്റ്റിക്കും അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. പക്ഷേ എങ്കിലും ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലും ഇപ്പോൾ ഇത്രയും പോലീസുകാരും മറ്റുള്ളവരും ഇവരെ ചോദ്യം ചെയ്യുകയും മറ്റൊന്നും ചെയ്ത് അവർ വളരെ കൂളായിട്ടാണ് അവർ ഒരു 10-22 വയസ്സുള്ള സ്ത്രീ നടന്നു പോകുന്ന പോലെയാണ് അവർ മേക്കപ്പ് ഒക്കെ ചെയ്ത് നടന്നു പോകണം. നമുക്കത് രോഗിയാണ്. ഇപ്പം ഇത്രയും പ്രായം നോക്കണം നമ്മൾ. ഞാൻ എങ്ങനെ നടക്കണമെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. മേക്കപ്പ് ചെയ്ത് കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ മാനസികാവസ്ഥയിലും അല്ലെങ്കിൽ അവർക്ക് വേറെ ഒരു ഇതല്ല, വെറുതെ ഇങ്ങനെ റോട്ടിൽ കൂടി നടക്കുന്ന സമയത്ത് പോലും അവർ അത്ര അണിഞ്ഞൊരുങ്ങി നടക്കേണ്ട ആ ഒരു മാനസികാവസ്ഥ. കാര്യം ഇപ്പം എൻ്റെ സുഹൃത്താണെങ്കിൽ പോലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു അത് മരിച്ചു എങ്കിൽ ഓക്കെ, മരിച്ചു, നമ്മളത് സ്വാഭാവിക മരണമാണ് എങ്കിൽ നമ്മളത് മരിച്ചു, അതെല്ലാം കഴിഞ്ഞു, കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു, നമ്മൾ ഫ്രീ ആയി. പക്ഷേ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും 10 ദിവസമെങ്കിൽ 10 ദിവസമുള്ള ഒരു സുഹൃത്ത് ബന്ധമാണെങ്കിൽ, യഥാർത്ഥ സുഹൃത്ത് ബന്ധമാണെങ്കിൽ നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെ ഒരു രീതിയിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നല്ല രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ മറ്റുള്ളവർ ഒരു മാനസിക വിഷമം ഉണ്ടാവും നമുക്ക് എന്തായാലും. അത് ആ ഒരു പരിഗണന പോലും ഇല്ലാതെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ. തൊട്ട് ഒരു 5 മിനിറ്റ് മുമ്പ് അവർ ഇതിൽ പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവർ പോയെന്ന് അവിടെ കൂടി നിന്നവർ എന്നോട് പറയുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴും സാറിനോട് ചോദിക്കാനിരുന്ന അവരുടെ ഒരു ചോദ്യം ആയിരുന്നു, ഈ 12 വർഷമായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ നടന്നില്ല, എന്തുകൊണ്ട് ഈ കേസ് അന്വേഷണത്തിന് നടന്നില്ല എന്ന് ചോദിക്കാനുള്ള ചോദ്യമായിരുന്നു ഞങ്ങൾ ചോദിക്കുന്നത്. പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അതിന് ഉത്തരം വന്നു തുടങ്ങി. പിന്നെ നമുക്കൊന്നും ചോദിക്കാനില്ല. അപ്പം നമ്മൾ അവിടെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇനി എപ്പോഴെങ്കിലും ആ കേസ് തെളിയും എന്നുള്ള വിശ്വാസം തീർച്ചയായിട്ടും. അവരിപ്പോഴും പോലീസുകാരെന്നോട്, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ ചെന്നപ്പോഴും
എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അവരെ ഏത് സാഹചര്യത്തിലും വിളിച്ചാൽ നിങ്ങൾ വരണം. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരാം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. നമ്മൾ ദിവസവും ജോലി എടുത്താണ് നമ്മളിപ്പോഴും തീർച്ചയായിട്ടും. അപ്പൊ അതിനിടയ്ക്കാണ് നമ്മൾ ഇതിനു വേണ്ടി വീണ്ടും പ്രതീക്ഷയുടെ കാരണമുണ്ട്. തീർച്ചയായിട്ടും പരിധിയുണ്ട്. കാരണം ഇനിയൊരു ഇത്രയും വർഷം ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും വർഷവും നമ്മൾ പ്രതീക്ഷയിലായിരുന്നു, എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. നമ്മുടെ ആ സിനിമയ്ക്കകത്ത് മോഹൻലാലിനോട് പറയാറുണ്ട്, എവിടെങ്കിലും ഉണ്ടെങ്കിൽ നീ അതൊന്ന് പറയൂ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലായിപ്പോ. സത്യം. കാരണം അങ്ങനെ നമ്മൾ ഇതുവരെ അങ്ങനെ അതെ, അതാണ് നമുക്കറിയാം. അറിഞ്ഞാൽ മതി അത്രേ ഉള്ളൂ. പക്ഷേ അത് എൻ്റെ ഉമ്മയുടെ എന്നല്ല, മറ്റുള്ള ആരുടെയും കാര്യങ്ങൾ ഇയാൾ പറയുന്നില്ലല്ലോ. പോലീസുകാരുമായിട്ട് യാതൊരുവിധ സഹകരണവും ഇല്ല ഇയാൾക്ക്. അപ്പോൾ ഇത് ഇയാളുടെ അഹങ്കാരമാണ്. കാരണം അഹങ്കാരം വേറൊന്നുമല്ല, ഞാൻ രോഗിയാണ്. അല്ലാതെ പോലീസുകാർക്ക് അറിയാമല്ലോ, ഇതിപ്പോൾ ഒരു കേസ് തെളിയിക്കാൻ പോലീസുകാർക്കൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കസ്റ്റഡിയിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ അവർ വിടും. അതിൻ്റെ പേരിൽ ആണ് അയാൾക്കറിയാം അയാളെ ഒന്നും ചെയ്യില്ല എന്നുള്ളതും. ഇപ്പോൾ അയാൾക്ക് ഇൻസുലിൻ എടുക്കാൻ പോകണം. പക്ഷേ അപ്പോൾ അയാളോട് പോലീസുകാരോട് സംസാരിക്കുന്നത്, ഞാനിപ്പോൾ ചെന്നപ്പോഴും അവർ പറഞ്ഞ കാര്യങ്ങളതാണ്. അയാൾക്ക് ഭക്ഷണം ഡ്രസ്സ് ചെയ്യണം, അതിനൊക്കെ സമയത്ത് ഇവർ പോലീസുകാർ ഇവരുടെ വണ്ടിയിൽ കൊണ്ടുപോയി ചെയ്യണം. അന്നും കോട്ടയത്ത് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഈ കാരണങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അയാളുടെ ഒരു ഇത്. അപ്പോൾ അയാൾക്കറിയാം ഒരു വൃദ്ധസദനത്തിൽ പരിചാരകൻ എങ്ങനെ പരിചരിക്കും. അതുപോലെ തന്നെ പോലീസുകാർ ഇപ്പോൾ അയാളെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് നല്ലൊരു രീതിയിലുള്ളൊരു ആരോഗ്യവാനോ ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ 3-ന്റെ അന്ന് കേസ് തെളിയിക്കാനുള്ള സാഹചര്യവും നമ്മുടെ ഇന്നത്തെ കേരള പോലീസിനുണ്ട്, ഇല്ലായികയൊന്നുമില്ല. പക്ഷെ അന്ന് നമ്മൾ കേസ് കൊടുക്കുമ്പോൾ സെബാസ്റ്റ്യൻ പ്രതിസ്ഥാനത്തില്ല. അറിയില്ല. ഇപ്പോഴാണ് അത് വരുന്നത്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും ഇതായത്. പോലീസിന് ലൊക്കേഷനൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ പള്ളിപ്പുറോ പിന്നെ ട്രിവാൻഡ്രം ഈരാറ്റുപേട്ട അങ്ങനെയൊക്കെ കിട്ടിയെന്ന് അവർ പറയുന്നു. പക്ഷെ ഇത് ഇപ്പോൾ ഈരാറ്റുപേട്ടൊക്കെ ഒന്നും അങ്ങനെ പോകേണ്ട ഒരാളല്ല. ഒന്നാമത് റിട്ടയർഡായി. പുള്ളിക്കാരത്തേക്ക് ആ പരിസരം കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ പോകുന്ന ഏതെങ്കിലും പള്ളികളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തീർത്ഥാടനങ്ങൾക്കൊക്കെ ആയിരിക്കുള്ളൂ. അല്ലാതെ വേറെ പണം വേണമല്ലോ. അല്ല, അതിന് അന്നൊക്കെ പണം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു അമ്മയുടെ കയ്യിൽ പണം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇതൊക്കെയാണ് ഈ വലിയ നിഗൂഢമായിട്ട് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ റോസമ്മയെ 2-3 പ്രാവശ്യം ഫോൺ ചെയ്തു. ഫോൺ എടുക്കുമ്പോൾ സംസാരിക്കത്തില്ല, തിരിച്ചു വിളിക്കുമ്പോൾ എടുക്കത്തില്ല, അങ്ങനെ പറയാം. അത് അവർ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതായത് ഞാൻ ഇത് ഉമ്മ മിസ്സിങ് ആയതിനു ശേഷം ഒരു 3 ദിവസം കഴിഞ്ഞൊരു ഞായറാഴ്ച എൻ്റെ ഒരു സാറിൻ്റെ ഒരു പ്രോപ്പർട്ടി അവിടെയുണ്ട്. അപ്പോൾ അത് കുറച്ച് അവിടെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ അവിടെ സാറിൻ്റെ കൂടെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഞാനൊന്ന് അമ്മയുടെ അടുത്ത് പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫോൺ ചെയ്തപ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് സ്വിച്ച് ഓഫാണ്. പിന്നെ 2-3 പ്രാവശ്യം വിളിച്ചു നോക്കിയിട്ട് കാണാണ്ടായപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല, തിരിഞ്ഞില്ല. ഞാൻ നേരെ തിരിച്ച് ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അതിനുശേഷം ഞാൻ കുറേ നാളുകൾ ഞാൻ ഈ ഫോണിൽ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. ആ സമയത്തൊക്കെ ഈ ഫോൺ സ്വിച്ച് ഓഫാണ്. അല്ലാതെ റിങ് ചെയ്യുന്നോ അല്ലെങ്കിൽ മറ്റുള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവര് പറയുന്നത് അന്ന് അവര് ടവർ ലൊക്കേറ്റ് ചെയ്തെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അന്ന് ഈ അന്വേഷണം നിങ്ങൾ കേസ് കൊടുക്കുന്ന സമയത്ത്, നിങ്ങളിത് പോലീസിൽ അറിയിക്കുന്ന സമയത്ത് ഊർജിതമായി പോലീസ് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇത് ഒരു തുമ്പ് കിട്ടുമായിരുന്നു. പക്ഷെ കിട്ടുമായിരുന്നു, തീർച്ചയായിട്ടും. ഫോൺ എടുക്കുമ്പോൾ ഫോണിനകത്തുനിന്ന് ആരെയൊക്കെ വിളിച്ചു, അവിടെ നിന്നാണല്ലോ നമ്മളെല്ലാം എടുക്കാം. അതാ ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് ഇപ്പോൾ ഒരാളുടെ ഇതിലുണ്ടെങ്കിൽ ഈ റോസമ്മ തന്നെ അന്നുണ്ടായിരുന്ന പോലീസുകാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവരും ഒരു കൃത്യതയില്ലാതെയായിരുന്നു അന്നും സംസാരിച്ചിരുന്നത്. ഈ മിസ്സിംഗ് കേസിൻ്റെ അന്നും സംസാരിച്ചിരുന്നത്. അതല്ലെങ്കിൽ അവർക്ക് പറയാമായിരുന്നു, എങ്ങനെയൊക്കെയാണെങ്കിലും അവർ നല്ലൊരു രീതിയിൽ അവർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലീസിൻ്റെ അന്വേഷണം തീർച്ചയായിട്ടും ഇത് ഒരു ബ്ലോക്കിലായിരുന്നു. പക്ഷേ റോസമ്മയ്ക്ക് അന്ന് സെബാസ്റ്റ്യൻ്റെ പേര് പറയാമായിരുന്നു. ഇങ്ങനൊരു ഇതുണ്ടായിരുന്നു, ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് അവർക്ക് പറയാമായിരുന്നു. പക്ഷേ അന്ന് പറഞ്ഞില്ല. കസ്റ്റഡിയിലായിരുന്നു റോസമ്മ. അതെ, എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതൊക്കെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഇയാളുടെ വീടും പള്ളിപ്പുറത്താണെന്നും പറയുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് തുടർ ബന്ധങ്ങളുള്ളതായിട്ടാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കേസിൻ്റെ ഇത് എന്തായാലും അത് തീർച്ചയായിട്ടും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ കേസിന് അടിയിൽ വെക്കാവുന്നതുള്ളൂ. ആ രീതിയിൽ ചെയ്തെന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. പക്ഷേ ബിന്ദു പത്മനാഭനെ മിസ്സാകുന്ന സമയത്ത് കേസ് ഊർജിതമായി വരികയും അവിടെ നടത്തിയ ട്രാൻസാക്ഷൻ, അതായത് ബിന്ദു പത്മനാഭന്റെ ഇടപ്പള്ളിയുള്ള വസ്തു അദ്ദേഹം ഒരു സ്ത്രീയെ കൊണ്ട് കാണിച്ചിട്ട് ആ വസ്തു എഴുതി വെക്കുന്നത്
കസിൻ ബ്രദറിന്റെ പേരിൽ, ആ കസിൻ ബ്രദറിന്റെ പേരിലുള്ള അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ജോയിന്റ് അക്കൗണ്ട്. അപ്പൊ ഇത്ര അന്ന് ആ ഒരു ബാങ്കിൽ പോവുകയും ഇത് അന്നേരം നിസ്സാരമായിട്ട് പിടിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഒരുപാട് സ്ത്രീകൾ രക്ഷപ്പെടുകയും ചെയ്തേനെ. ഇതിപ്പം ഈ 3 സ്ത്രീകളിൽ മാത്രം ഒതുങ്ങില്ല എന്നാണ്. തീർച്ചയായിട്ടും 3 സ്ത്രീകളുടെ ഒതുങ്ങില്ല. കാരണം ഇയാളുടെ സ്വഭാവ രീതി വെച്ച് നോക്കിയാൽ ഇനിയും ഒരുപാട് മിസ്സിംഗ് കേസുകളിൽ ഇയാൾ പെടും. നിങ്ങൾക്ക് കൂട്ടായിട്ട് ആരും ഇതുവരെ നമുക്ക് വന്നിട്ടുമില്ല. പിന്നെ ഇതാണ് കാരണം, നമ്മൾ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസവും പിന്നെ ആളെ എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസമായിരുന്നു നമുക്ക്. ഇപ്പോൾ പോലീസ് അന്വേഷിക്കാൻ നമ്മൾ കൂടുതലും ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയത് കാരണം നമുക്ക് പലപ്പോഴും അത് ബുദ്ധിമുട്ടുണ്ട്. ഒരു പരിധി, ആർക്കാണെങ്കിലും ഒരു പരിധി. കാരണം എനിക്കാണെങ്കിലും ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. വണ്ടിയുടെ ആണെങ്കിലും വീടിൻ്റെ ആണെങ്കിലും ഒക്കെ ലോണും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഒരു ദിവസം മാറി നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 ദിവസം മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അതൊക്കെ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ കുറച്ച് പിന്മാറി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും നമ്മളൊരു പ്രതീക്ഷ, മരിച്ചിട്ടില്ല, ആളെവിടെയോ ജീവിച്ചിരിപ്പുണ്ട്, എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു നമ്മൾ ഇത്രയും കാലവും. പക്ഷേ ഈ ഒരു സാഹചര്യം ഇങ്ങനെ വന്നപ്പോൾ നമ്മളിതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴും ഇവർ തമ്മിലുള്ള കണക്ഷനും, ഈ റോസമ്മയും ഈ സെബാസ്റ്റ്യനുമുള്ള കണക്ഷനും പിന്നെ ഉമ്മയും ഒരു ഇതിലാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഇപ്പോൾ ഉറപ്പായി നമുക്ക് ഇങ്ങനെ ഒരു ഇത് മിസ്സിങ് അല്ല, ഇത് മരണത്തിൽ തന്നെയാണെന്നുള്ളത് മനസ്സിലായി. സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെയല്ലേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ ആർക്കാണെങ്കിലും. ഇപ്പോൾ സെബാസ്റ്റ്യൻ എന്താണെങ്കിലും ഈ എന്തെങ്കിലും ഒരു പൈസയോ അല്ലെങ്കിൽ ആഭരണങ്ങളോ മറ്റതുള്ളതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നീ പൊയ്ക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവർ വേണ്ട രീതിയിൽ അതിനോട് ഇത് എതിർക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് മിസ്സിങ് അല്ല എന്നുള്ളത് മനസ്സിലായി. സെബാസ്റ്റ്യനിൽ തന്നെയാണ് നമ്മളുടെ പൂർണ്ണ ഇത്, ഇയാൾ തന്നെ ആയിരിക്കണം അതിൻ്റെ പിന്നിൽ. സെബാസ്റ്റ്യൻ ഒറ്റക്കായിരിക്കില്ല. സെബാസ്റ്റ്യനെ അവിടെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അവിടെ പോകുന്നു. പഞ്ചായത്ത് മെമ്പർ അവിടെ ചെന്ന് അപ്പം മെമ്പറെ അതുകൊണ്ട് വിശേഷം ഇപ്രാവശ്യം ഇലക്ഷൻ നിൽക്കണം, പോലീസിന്റെ കസ്റ്റഡി നിൽക്കുകയാണ്, അതാണ് പറഞ്ഞത് കൊണ്ട് അയാളുടെ. അപ്പോൾ അന്നേരം അവിടെ ഇപ്രാവശ്യം ഇലക്ഷൻ നിൽക്കണം കേട്ടോ, വോട്ട് ചെയ്യാൻ ഞാൻ വരുമെന്ന്. അപ്പോൾ ഈ നമ്മളുടെ കൂടെ ചർച്ചയിലുണ്ടായിരുന്ന ഒരുപാട് PS ഓഫീസർ ആരൊക്കെ ഉണ്ടായിരുന്നു, അവരും പിന്നെ മറ്റുള്ള ഒരുപാട് ഓഫീസർമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരും ഒക്കെ പറയുന്നത് ഇതുപോലത്തെ ഒരു വ്യക്തിനെ അവരുടെ ജീവിതത്തിലും ആദ്യമായിട്ടാണ് കാണണമെന്നാണ് പറയുന്നത്. ഭയങ്കര ഒരു ഇയാളുടെ സ്വാഭാവികമായിട്ട് നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഇത്രയും പോലീസ് നമ്മളുടെ ചുറ്റും വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനസിക നില തന്നെ തകർന്നു പോകും. നമ്മളുടെ ഫേസിന് തന്നെ ഒരു മാറ്റമുണ്ടാവും, നമുക്കൊരു പേടി ഭയമൊക്കെ ഉണ്ടാവും. ഇതൊന്നും ഇയാൾക്കില്ല. അത് വലിയൊരു ഇതാണത്. അയാൾ എത്രത്തോളം വലിയ ക്രിമിനലാണെന്നുള്ളതും അയാളുടെ ഹൃദയത്തിൻ്റെ ഇത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ പ്രായവും ഇയാളുടെ രോഗവും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും പറ്റൂല. ഏതായാലും അയാള് ഏതറ്റം വരെയും പോകും, ഇനിയും വിട്ടുകൊടുക്കുന്നില്ല അല്ലേ? നിങ്ങൾ ബിന്ദു പത്മനാഭൻ്റെ ആൾക്കാരെ കൂട്ടുപിടിച്ചിട്ടായാലും മറ്റേ ജയനമ്മയുടെ ആൾക്കാരെ കൂട്ടുപിടിച്ചിട്ടായാലും നിങ്ങളത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. എനിക്കിപ്പോൾ ഈ പറഞ്ഞവരുടെ ആരുടെയും എനിക്ക് നമ്പറില്ല, അല്ലെങ്കിൽ ഘട്ടം വരുമ്പോൾ നിങ്ങൾ അതിനുള്ള ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ ശരിയായിട്ടും ഇവർ മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങൾ ഇന്നലെ 3 പോയി, അതുകൊണ്ട് തന്നെ പറയാണ് ഈ 30 മീറ്റർ റേഡിയസിനകത്താണ് ഈ 3 വീടുള്ളത്. ടീച്ചറുടെ വീട്, അതേപോലെ തന്നെ റോസമ്മയുടെ വീട്, ഐഷ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ വീട്. 20 മീറ്റർ കാണും, 20 മീറ്റർ റേഡിയസിനകത്താണ് ഈ 3 വീട്. ഈ 3 വീട്ടിലും ഒരേ സ്വഭാവമുള്ള ഭർത്താവ് നഷ്ടപ്പെട്ട ആ സ്ത്രീകളെയാണ് ഈ മനുഷ്യർക്കാണ് നോട്ടമിടുന്നത്. അവരോട് വലിയ സ്നേഹം കൊടുക്കുക, എന്നിട്ട് അവരുടെ വസ്തുവെല്ലാം വിറ്റ് അവരെയൊക്കെ നല്ല രീതിയിൽ ആക്കിത്തരാം, എൻ്റെ ഇഷ്ടംപോലെ പ്രോപ്പർട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരെ സ്വാധീനിക്കുക ഏത് വിധേനയും. എന്നിട്ട് റോസമ്മയുടെ ഇവരുടെ എല്ലാം വസ്തുക്കൾ അടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നുള്ളതാണ്. റോസമ്മയുടെ വസ്തുവിലേക്ക് എന്തിനാണ് ഈ ഇദ്ദേഹം വന്ന് അവിടെ JCB-യുമായിട്ട് വന്ന് മാന്തേണ്ട കാര്യമില്ലല്ലോ. അപ്പം എല്ലാം ഇദ്ദേഹം കൃത്യമായി എല്ലായിടത്തും വിത്തിറക്കിക്കൊണ്ടിരുന്നു. കാരണം അദ്ദേഹത്തിനെ കൊയ്യാൻ ഇവരുടെ പണം ഇല്ല. റോസമ്മ ശരിക്കും ഇയാളുടെ ഒരു പാർട്ട്ണറാണെന്നുള്ളതാണ് ഇപ്പം എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെ വിശ്വസിക്കണം. കാരണം അല്ലെങ്കിൽ അവരിങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. അയാളെക്കുറിച്ച് ഇന്നുവരെ അയാൾ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും ഇവർ പറയുന്നില്ല. ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ, എനിക്ക് വിവാഹം ആലോചിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം, മോശമായ ആൾക്കാരെ നമ്മൾ അപ്പം തന്നെ നമ്മൾ ഇതാക്കി കളയുക.
പിന്നെ അവരുമായിട്ടുള്ള ബന്ധം നമുക്ക് പറ്റില്ലല്ലോ. പക്ഷേ ഇപ്പോഴും ഇവർ ഇയാളെക്കുറിച്ച് നല്ലതും പറയുന്നുണ്ട് ചീത്തയും പറയുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ പറയണതല്ല പിന്നെ പറയണത്. ഇവർ അന്നും ഞങ്ങൾ ഫസ്റ്റിൽ സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോയ സമയത്തും ഈ റോസമ്മ എന്ന് പറഞ്ഞ സ്ത്രീ ഒരു തരത്തിലും നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. എനിക്കറിയില്ല, ഞാനതിലിതില്ല, എനിക്ക് അത്ര അറിയാമുള്ളൂ, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷെ അവരെന്തെങ്കിലും ഒരു വാക്ക് നമുക്ക് അവരെ, കാരണം ഇവരുമായിട്ട് നമുക്ക് കൂടുതൽ അടുപ്പമില്ലാത്തതിൻ്റെ പേരിലാണ് നമുക്കത് മനസ്സിലാവാതെ പോയത്. പക്ഷേ ഇപ്പോഴാണ് ഈ സെബാസ്റ്റ്യനുമായിട്ടുള്ള ബന്ധം ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് ഇവർക്ക് ശരിക്കും ഈ സെബാസ്റ്റ്യനുമായിട്ട് നല്ല ബന്ധം തന്നെയുണ്ട്. ഇവർ തെറ്റിക്കാൻ വേണ്ടി റോസമ്മ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും. ശരിക്കും പറഞ്ഞാൽ റോസമ്മേനെ പിടിച്ചാൽ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. റോസമ്മേനെ പിടിക്കേണ്ട രീതിയിൽ പിടിച്ച് കുടഞ്ഞാൽ അവരുടെ ഇത് കിട്ടും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ റോസമ്മ ഇപ്പൊ ഈ ഒരു വിഷയം വന്നു, ആ നാട്ടിൽ വർഷങ്ങളോളം താമസിക്കുന്ന ആളാണ് ഈ റോസമ്മ. ശരി. ഇതിനു മുന്നേ ഈ സെബാസ്റ്റ്യന്റെ വിഷയമായിട്ട് വരുന്നതിന് മുമ്പ് ഇവര് ഒരു മോശപ്പെട്ട ഒരു സ്ത്രീയാണെന്ന് അവിടെ സംസാരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഫാമിലിയായിട്ട് വളരെ അടുപ്പമുള്ള ആൾക്കാരാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു വിഷയം വരുന്നത്, റോസമ്മയുടെ പേര് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയാണ് റോസമ്മ എന്നൊരു സംസാരം ഇവിടെ ഉണ്ടാകുന്നുണ്ടോ? അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തിനെ കുറിച്ചൊരു, ഇപ്പോൾ എൻ്റെ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. ഇപ്പോൾ ഒരു നല്ല രീതിയിൽ ആര് ജീവിച്ചാലും, നിങ്ങൾ ജീവിച്ചാലും ഞാൻ ജീവിച്ചാലും എന്നെ കുറ്റം പറയാനായിട്ട് നൂറുകണക്കിന് ആൾക്കാരുണ്ടാകും. നമ്മളുടെ പേരിലൊരു കുറ്റം ഇല്ലെങ്കിൽ പോലും നമ്മളെക്കുറിച്ച് മോശമായ രീതിയിൽ ചിത്രീകരിക്കാനും അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ വർണ്ണിക്കാനുമുള്ള ആൾക്കാർ ഉണ്ടാവും. ഇപ്പം സ്വാഭാവികമായിട്ട് റോസമ്മ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു 10,000 15,000 അല്ലെങ്കിൽ ഒരു 1,000 രൂപ കടം ചോദിച്ചിട്ട് ഞാൻ കൊടുത്താൽ ഞാൻ നല്ലതായിരിക്കും, ഞാൻ കൊടുത്തില്ലെങ്കിൽ ഭയങ്കര മോശക്കാരനായിരിക്കും. അപ്പോൾ അതവിടെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അവർ നല്ലതാണോ ചീത്തയാണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാമൂ. ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു അവിടെ കടയുണ്ടായിരുന്നു, തട്ടുകടയുണ്ടായിരുന്നു. അവർക്കുണ്ട് അവിടെയും. അപ്പോൾ ഈ കടയിൽ വന്ന് ഇദ്ദേഹം ഭക്ഷണം കഴിക്കാനായിട്ട് വരുമായിരുന്നു, തട്ടുകട വരുമായിരുന്നു. ആര്? ഈ സെബാസ്റ്റ്യൻ. ഓക്കെ, വരുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് പരിചയപ്പെട്ടായിരുന്നു, സെബാസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ പരിചയപ്പെട്ടായിരുന്നു പറഞ്ഞു. അപ്പൊ ആ സമയത്തൊക്കെ ഇയാൾ അവിടുത്തെ ഒരാളായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞത്. ഇയാള് ശരിക്കും പറഞ്ഞ അവിടുത്തെ ഒരു അന്തേവാസി തന്നെയാണ്. കാരണം ഇയാളും കുടുംബവും ഇതൊന്നും ഇല്ലാതെയാണല്ലോ ഇയാളും താമസിക്കുന്നത്. അത്രയും വലിയൊരു നിഗൂഢതയുള്ള ഒരു സ്ഥലത്ത് ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഇത് തന്നെയാണ്. എന്നെക്കൊണ്ട് പറ്റില്ല, മറ്റൊരാൾക്കും പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയും കാട് പിടിച്ച് കിടക്കുന്ന ആ കാടിൻ്റെ നടുക്ക് ഒരാളൊരു വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് താമസം. അപ്പോൾ അയാൾക്ക് അത് നമ്മൾക്കെന്ന് പറഞ്ഞാൽ 5-10 സെൻറ്റ് സ്ഥലമൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് 2-2.5 ഏക്കർ സ്ഥലത്ത് ചുറ്റോട് ചുറ്റും കാടും കുളങ്ങളും ഒക്കെയുള്ള സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ ആണെങ്കിൽ ആരെയാണെങ്കിൽ അയാളുടെ താമസം അവിടെ. അതിൻ്റെ അകത്തൊരാൾ ഒറ്റയ്ക്ക് താമസിക്കണമെങ്കിൽ അയാളുടെ ആ മാനസികമായ കരുത്ത് എത്രത്തോളം ഉണ്ടാവും? നിങ്ങളെ കൊണ്ട് പറ്റുമോ? അത്രയും വലിയൊരു വീട്ടിൽ ഒരു ദിവസം ചിലപ്പോൾ താമസിക്കാൻ, 2 ദിവസം താമസിക്കാതിരിക്കും. ഇത് വർഷങ്ങളോളം അതിൻ്റെ അകത്ത് താമസിക്കാൻ. കഴിച്ചത്. അപ്പോൾ ഈ വിവാഹം കഴിച്ചിട്ടും അയാളുടെ ഭാര്യയൊന്നും അയാളുടെ കൂട്ടത്തിലില്ല എന്നാണ് പറഞ്ഞത്. ഇത് പക്ഷെ ഏറ്റുമാനൂരല്ലേ ഇതിപ്പോൾ താമസിക്കുന്നത്? എനിക്കറിയില്ല. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത് അവർ കുഞ്ഞിനെ നോക്കാറുണ്ട്, അവരെ കാര്യമായിട്ടാണ് കരുതുന്നതെന്നൊക്കെ ഭാര്യ പറയുന്നുണ്ട്. പക്ഷേ അത് കല്യാണമായിട്ട് കഴിച്ചതാണ്. പക്ഷേ ഇത് സ്ഥിരമായിട്ട് പെണ്ണുങ്ങളെ ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അതായാലൊക്കെ കാര്യം തന്നെ പറയുന്നുണ്ട്. ഞങ്ങൾ തന്നെ കണ്ടുപടുത്തു, പിന്നെ അദ്ദേഹത്തിനെ വിട്ടുകൊടുത്തു, പിന്നൊന്നും പറയാൻ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് തീർച്ചയായിട്ടും ഈ 3 സ്ത്രീകളല്ല, ധാരാളം സ്ത്രീകൾ കാണണം. ഇപ്പം ഇതിലിങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കാണണം. പക്ഷെ ഓരോ കേസ് അന്വേഷണവും അന്വേഷിച്ചില്ല. എല്ലാം ഈ വിധവകളിൽ നിന്നാണ് ഇയാളുടെ ഇത്. അപ്പം അവരിൽ നിന്നായിരിക്കുമല്ലോ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കിട്ടുക. അവരെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളെ ഏതെങ്കിലും നല്ല രീതിയിൽ സഹായിക്കാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ആ വഴിക്ക് പോകും. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പം ഒരു മകൻ്റെ ദുഃഖമാണ്. ഞങ്ങൾക്ക് ഇവിടേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഓരോ സ്റ്റെപ്പ് നമ്മൾ അടുക്കുമ്പോഴും നമുക്ക് അങ്ങനെ എന്ത് ആണ് ഒരാളോട് ചോദിക്കുക, അങ്ങനെ ഒരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അല്ല, ഒരു കുറ്റക്കാരനെ പോലെയാണ് ഞങ്ങൾ കണ്ടതും സത്യം പറഞ്ഞാൽ. പക്ഷേ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്ന എല്ലാം ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾ മുമ്പേ പറഞ്ഞതുപോലെ ജോലിയൊക്കെ കളഞ്ഞ് ഇവിടെ വന്ന് അദ്ദേഹം ഇവിടെ ലോണൊക്കെ എടുത്ത് അതിൻ്റെ ലോണൊക്കെ അടയ്ക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ഒരു സാധാരണ പിള്ളേരൊക്കെ പഠിക്കുന്ന സാഹചര്യങ്ങളാണ്, പഠിപ്പിക്കേണ്ട സാഹചര്യം. ഇന്നത്തെ കാലത്ത് നമുക്ക് ചെറിയ തുകകൾ പോരാ. പക്ഷേ അദ്ദേഹം ഗൾഫിലായിരുന്നെങ്കിൽ ഇന്ന് അവരൊക്കെ വിദേശത്തൊക്കെ അയച്ച് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ അദ്ദേഹത്തിന് ഇത്രയും വർഷം കൊണ്ട് 10-13 വർഷം കൊണ്ട് നേടിയെടുക്കാമായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ടു പോയി.
അപ്പോൾ അങ്ങനെ ഒരു നഷ്ടത്തിൽ നിൽക്കുകയാണ്. ഏതായാലും ഈ കേസ് കൃത്യമായി തെളിയട്ടെ. മുൻ ഉദ്യോഗസ്ഥന്മാരെ പോലെ ഓരോ കേസുകളും അയാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അയാൾ നേടിയ ലാഭത്തിൻ്റെ ഒരു വീതം വാങ്ങി ഒതുങ്ങുന്ന കേസുകൾ രീതിയിലായിരുന്നു മുൻപത്തെ കേസുകൾ എന്നുള്ളത് കൃത്യമാണ്. കാരണം ബിന്ദു പത്മനാഭൻ്റെ കേസിൽ കൃത്യമായി പോലീസിന് നടപടിയെടുക്കാമായിരുന്നു, പോലീസ് എടുത്തില്ല. അതുകൊണ്ട് ഇപ്പം ഇവിടുന്ന് കൊണ്ടുവന്ന് ഡോക്യുമെൻ്റ് കൊടുക്കുന്നു, ഇവർ തമ്മിലുള്ള എഗ്രിമെൻറ്റിൻ്റെ കോപ്പി ഉണ്ടെന്ന് അയൽവക്കക്കാരൻ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ശരി വണ്ടി മറ്റേ ബാങ്കിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് പോരുന്നത് മാത്രം അറിയാം. ബാങ്കിലേക്ക് ചെല്ലുമ്പോൾ ഇത് ജോയിൻ്റ് അക്കൗണ്ട് ആണെന്ന് കൃത്യമായി ഇയാൾക്ക് മനസ്സിലാകും. അപ്പോൾ എങ്ങനെ വന്നു എന്ന് ചോദിക്കാം. അവിടെ അന്വേഷണം നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല ഭാഗം ചോദിച്ച് വാങ്ങി അവർ ആ കേസ് എഴുതിത്തള്ളി. അതിന് ശേഷമുണ്ടായ തിരോധാനങ്ങളാണ് നിരവധി. അവരൊക്കെ ഈ ലാലെന്ന് പറയുന്ന ഒരു ആളായിരുന്നു അന്ന് SI എന്ന് പറയുന്നു, അദ്ദേഹം പെൻഷനായി. പക്ഷെ അദ്ദേഹമൊക്കെ ഈ കാണുന്നുണ്ടല്ലോ നിരവധി ആൾക്കാരുടെ കണ്ണുനീര്, ഇതേപോലുള്ള നിരവധി ആൾക്കാരുടെ കണ്ണുനീര് നിങ്ങളുടെ മുഖത്ത് വീണിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒരു പോലീസുകാരനും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് നിങ്ങൾ മറ്റെന്തെങ്കിലുമൊക്കെ കേസിൽ, പക്ഷേ ഒരു അമ്മ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ ക്രൂരമായി കൊല ചെയ്ത ഒരു ആളിനെ നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചത് ഒക്കെ വളരെ തെറ്റാണ് എന്ന് മാത്രമാണ് എനിക്കിത് പറയാനുള്ളത്. അപ്പോൾ കേസ് തെളിയട്ടെ. അതിന് തീർച്ചയായിട്ടും പോലീസിന് നിങ്ങളുടെ ഇതുവരെയുള്ള പ്രാർത്ഥനകൾ ഫലവത്താകട്ടെ. അമ്മ തിരിച്ചു വരണേ എന്ന് ആണ് എപ്പോഴും ആഗ്രഹിക്കുന്നതെന്നറിയാം. എന്തായാലും ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നെങ്കിലും കൃത്യമായി നമുക്ക് ആ ഒരു പ്രാർത്ഥനയെങ്കിലും ചെയ്യാമായിരുന്നു. ഒരാൾ രോഗിയായി മരിച്ചു, ആൾ ഇന്നപോലെ മരിച്ചു, നമുക്ക് അങ്ങനെ സമാധാനിക്കാം. ഇതങ്ങനെയല്ല. പച്ച ജീവനോട് ഇങ്ങനെയൊക്കെ ഓരോന്നും ഓരോ വാർത്തകൾ കേൾക്കുന്തോറും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുമ്പോൾ ഇത് പറയാനുള്ളൊരു മാനസികാവസ്ഥ വളരെ ഇതാണ്. ആ സത്യമുണ്ടെങ്കിൽ ആ സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കാറുള്ളത്. കാരണം ഞങ്ങളതിനകത്ത് നമ്മൾ തമ്പിടുമ്പോൾ പോലും നമ്മൾ തെറ്റായിട്ടൊരു തമ്പിട്ട് അവരെ അങ്ങനെ ഞങ്ങൾ ചെയ്യാറില്ല. കൃത്യമായി അവരുടെ മാനസിക നില ജനങ്ങളെ അറിയിക്കുക, അവരുടെ ഭാഗത്തുള്ള ന്യായം നമ്മൾ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നന്ദി, നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.